friends, welcome to Meera's Flavor Studio. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് ബാർബിക്യൂ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഔട്ട്ഡോറിലാണ് ചെയ്യുന്നത്, വീട്ടിൽ ചെയ്യാതെ. ഇവിടെ ന്യൂജേഴ്സിയിൽ പാർക്കുകളിലെല്ലാം തന്നെ ബാർബിക്യൂം അതുപോലെ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഒരു പാർക്കിൽ തന്നെ പല സ്ഥലത്തായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂസ്വെൽ പാർക്കിലാണ് നിൽക്കുന്നത്. ഈ പാർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ഇവിടെ ഞങ്ങൾ ഇന്ന് നോൺ വെജിറ്റേറിയനും അതുപോലെ വെജിറ്റേറിയനും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നോൺ വെജിൽ ഞങ്ങൾ ചിക്കനും ഫിഷും ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ വെജിറ്റേറിയനിൽ പനീറും കുറച്ച് ക്യാപ്സിക്കവും ഒണിയനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റെസിപ്പിയുടെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടി ചെയ്യുന്ന ഈ ഗ്രില്ലിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് കടക്കാം. ഗ്രില്ല് ചെയ്യുന്നത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ ഒരു അളവ് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പം ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അളവിൽ 2 കിലോ ചിക്കനും 1/2 കിലോ മീനും അതുപോലെ 1/2 കിലോ പനീറും മാരിനേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. മാരിനേറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു തിക്ക് പേസ്റ്റ് പോലെ വേണം ഇരിക്കാൻ. നമ്മളധികം വെള്ളം ചേർത്ത് ലൂസാകാൻ പാടില്ല. മാരിനേറ്റ് ചെയ്യുന്ന പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ 3 ഭാഗമായിട്ട് തിരിച്ചു. ആദ്യത്തെ ഒരു ഭാഗം ഇതുപോലെ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്സ്, അതായത് ചിക്കൻ ലെഗ്സ് മാരിനേറ്റ് ചെയ്യാൻ എടുത്തു. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് ആവശ്യമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഇടാം. അതിനുശേഷം ഇതുപോലത്തെ ക്ലിംഗ് റാപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇതേ പ്രോസസ്സ് തന്നെ ഫിഷിനും അതുപോലെ വെജിറ്റബിൾസിനും ഞാൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചു. പിറ്റേ ദിവസം ലഞ്ചിൻ്റെ സമയമായപ്പോഴാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോയത്. അപ്പോൾ ഗ്രില്ലിങ്ങിനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെയുണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സായ വിഷ്ണുവും സിദ്ധാർത്ഥും ഉണ്ട്. അവരെ ഞാൻ പരിചയപ്പെടുത്താം. ഇനി 2 പേരോടെ വരാനുണ്ട്, രാജശ്രീയും ശ്രീകാന്തും. ഇതുപോലത്തെ ചാർക്കോൾ ഗ്രില്ല് പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അതിൽ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചു. ഏറ്റവും ആദ്യം തന്നെ വിഷ്ണുവും സിദ്ധാർത്ഥും കൂടി ആ ഗ്രില്ല് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ചാർക്കോളെല്ലാം പ്ലേസ് ചെയ്ത് നമ്മൾ ഫുഡ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രിൽ ടോപ്പിൽ അലുമിനിയം ഫോയിൽസ് എല്ലാം കട്ട് ചെയ്ത് പ്ലേസ് ചെയ്തതിന് ശേഷം ചാർക്കോൾ കത്തിച്ചു. പെർഫെക്റ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്ത് കിട്ടാൻ ആ ഹീറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നതിലാണ് ഏറ്റവും കാര്യം. ഇപ്പോൾ ആളി കത്തുന്ന തീ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ്ണു അതിലേക്ക് നന്നായിട്ട് എണ്ണ സ്പ്രേ ചെയ്യാണ്. എണ്ണ സ്പ്രേ ചെയ്ത് ബ്രഷ് ചെയ്ത് എല്ലാം നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് അവിടെ മുഴുവൻ ബ്രഷ് ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം ഇങ്ങനത്തെ ആ ഗ്രില്ല് ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ചൂടനുസരിച്ച്. അതിനുശേഷം ഒരു തുടക്കം എന്ന വണ്ണം ഞാൻ വെജിറ്റബിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ബാംബൂ സ്ക്യൂവേഴ്സിൽ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് രാജശ്രീ എത്തുമ്പോഴേക്കും ഇനി വെക്കുന്ന എല്ലാം സ്ക്യൂവേഴ്സിലായിരിക്കും വയ്ക്കുക. അതിനുശേഷം ഫിഷും വെച്ച് അപ്പറ്റൈസർ എന്ന വണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യുമ്പം പൈനാപ്പിൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലത്തെ ടോങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാനും 2 സൈഡ് ഒരുപോലെ വേവിക്കാൻ വളരെ എളുപ്പമായിരിക്കും. രാജശ്രീയും ശ്രീകാന്തും എത്തിയിട്ടുണ്ട്. രാജശ്രീ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പുതിന ചട്നിയും ഫ്രൈഡ് റൈസും ആളുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് വെജിറ്റബിൾസ് എല്ലാം സ്ക്വയറിലാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതാ ഒരു ചിക്കൻ ഡ്രം സ്റ്റിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ നോൺ വെജും ഒരു സൈഡിൽ വെജ്, അങ്ങനെയാണ് ഞങ്ങൾ വെച്ചത്. ഫോയിൽ ഞങ്ങൾ ഓരോ പീസസ് ആയിട്ട് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ചൂട് കിട്ടുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് അടിയിലൊന്ന് പിടിച്ചിട്ടൊക്കെ വേണമായിരുന്നു ഫ്ലിപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ തന്നെ ഫോയിൽ ഇട്ടിട്ട് കുറച്ച് ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയാലും മതി. പക്ഷേ ആ സമയത്ത് കുറച്ച് കൂടുതൽ സമയം എടുക്കും കുക്കിങ്ങിന്. പനീർ ടിക്ക ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു സൈഡും കൂടി ഇനി റെഡി ആവണം.
അങ്ങനെ ഏകദേശം ഗ്രില്ലിംഗ് തീരാറായിട്ടുണ്ട്. ഈ സമയം രാജശ്രീ ചപ്പാത്തി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചപ്പാത്തി ഗ്രില്ലിലൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിക്ക്. അങ്ങനെ ഫൈനലായിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തീ ഫുൾ അണയ്ക്കണം. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പം ഈ ആഷസ് മുഴുവനും നമ്മൾ വാരിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഈ സമ്മർ സീസണിലെ ഞങ്ങളുടെ ആദ്യത്തെ ഔട്ട്ഡോർ ഗ്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ശരിക്കും ഞങ്ങൾ ഓരോരുത്തരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അന്ന്. ഇപ്പോൾ ഓപ്പൺ കിച്ചണൊക്കെ ഉള്ള വീടുകളാണല്ലോ, അപ്പോൾ നമ്മൾ ഈ ചിക്കനും ഫിഷും ഒക്കെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പം കുറേ നേരത്തേക്കെങ്കിലും ആ ഒരു സ്മെല്ല് വീട്ടിലാകെ പടർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഔട്ട്ഡോർ കുക്കിങ്ങിൽ അങ്ങനെ തീർത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. വളരെ രസമായിരിക്കും. കുട്ടികൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾ പാർക്കിലായതുകൊണ്ട് അവർ കുറേ ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക. നമ്മൾ പാർക്കിലെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പിക്നിക് മൂഡിലായത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ ക്യാപ്ചർ ചെയ്ത കുറച്ച് ഫൺ മൂമെൻറ്റ്സ് അടുത്ത ക്ലിപ്പിങ്ങിലുണ്ട്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു. അറ്റത്തും കൂടെ പിടിക്കാതെ ഊർന്നു പോകും. അപ്പുറത്തെ അറ്റത്തും കൂടെ പിടിക്കണം. ഇല്ല ഇല്ല ഇല്ല, കൈ മാക്സിമം പൊള്ളുള്ളൂ. നീ അടുത്ത ഇത് തിരിച്ചിടണ്ടേ? നിങ്ങൾ തിരിച്ചിട്. നിങ്ങളല്ല ബികോംപാസ് ആയ നിങ്ങൾ തിരിച്ചിട്. നിങ്ങളല്ല ബികോംപാസ്. ഞാൻ മറ്റേ 10 മറിച്ചിട്. നിങ്ങൾ ബികോംപാസ് ആയതാണ്. നിങ്ങൾ മറിച്ചിട് പോയി. നിങ്ങളല്ലേ ബികോംപാസ്. നിങ്ങൾ മറിച്ചിട്. നിങ്ങൾ മറിച്ചിടുന്നു. നിങ്ങളെ താഴെ എന്തായോ? പൊളിച്ച്